എന്നവര് പറയുമെങ്കിലും നമ്മൾ ആ ഗൾഫ് ഇറക്കുമതി ചെയ്യണില്ല. എന്നാൽ ഒരു ഗൾഫ് ഇറക്കുമതി തന്നെ ആയിക്കൊള്ളട്ടെ, പക്ഷെ ഈ ഇറക്കുമതി നമുക്ക് വേണ്ടിയല്ല, മടമൂരികൾക്ക് വേണ്ടിയാണ്. അത് ആദ്യം കേട്ടോളൂ. ഇത് തന്നെയാ പ്രവാചക വചനങ്ങളെയും വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ടത്. ബുദ്ധിപരമായ അസംഭവ്യം ഒരു കാര്യത്തെപ്പറ്റി ഖുർആനോ പ്രവാചകനോ സംസാരിച്ചിട്ടില്ല. സാധാരണയിൽ അസംഭവ്യമായ കാര്യങ്ങളെ പറ്റിയും പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞുവെങ്കിൽ അതിൻ്റെതായ ന്യായങ്ങളോ കാരണങ്ങളോ ഉണ്ടാവും. നാം എടുത്ത പാതി എടുക്കാത്ത പാതി അത് കള്ളമാണ്, അസത്യമാണ്, എനിക്ക് ബുദ്ധിക്ക് ഉൾക്കൊള്ളാത്തതാണ് പറഞ്ഞുകൂടാ. ഒരിക്കലും അങ്ങനെ പറഞ്ഞുകൂടാ. അതൊരു നിലപാടാണ്. ഒരു ആയത്ത് കേട്ട ഒരു ഹദീത്ത് കേട്ടാൽ എന്റെ ബുദ്ധിക്ക് പറ്റുന്നില്ല, അതിന്റെ നിജാവസ്ഥ എന്താ അതൊന്നും അന്വേഷിക്കൂല, എന്റെ ബുദ്ധിക്ക് പറ്റുന്നില്ല. ആ രൂപത്തിൽ ആ ഹദീത്തുകളെ തള്ളുന്ന പണി, ഹദീത്തുകളെ പിച്ച് ചെയ്യുന്ന പണി, അത് ഒരിക്കലും ശരിയായ പണിയല്ല. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളത്തിലെ ചില സംഘടനകൾക്ക് ഇപ്പോഴുള്ള കാര്യമായ പണി അതാണ്. ഒരു വ്യത്യാസമില്ല. അതിന് ഒരു തെളിവ് ഞാൻ ആദ്യം കാണിച്ചത്, ഇത് എന്റെ കയ്യിലുള്ളത് പ്രബോധനമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചില ഏടുകൾ കാണിച്ചിരുന്നു. ആ ഏടുകൾ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. അത് മൻസൂഹായിട്ടില്ല, ദുർബലപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പുതിയതൊന്നും ആ പേരിൽ അവതരിപ്പിക്കേണ്ടതില്ലാത്തത് കൊണ്ട് പുതിയ കുറച്ച് ഏടുകളാണ് ഇന്ന് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിലൊന്നാണ് നമ്മുടെ നാട്ടിലെ മൗദൂദികളുടെ പ്രബോധനം. ഈ പ്രബോധനത്തിന്റെ ഹദീസ് പതിപ്പാണ് 2007 ഈ പറഞ്ഞ മൗദൂദികൾ ഇറക്കിയ, ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇറക്കിയ അവരുടെ ഹദീസ് പതിപ്പ്, സ്പെഷ്യൽ ഇഷ്യൂ ആയി ഇറക്കിയ അവരുടെ ഹദീസ് പതിപ്പ്. ആ ഹദീസ് പതിപ്പിൽ നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ജമാഅത്ത് നേതാവായ ഒ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു ശൈഖ് ഉണ്ട്. അദ്ദേഹം ഇതിലൊരു ലേഖനം എഴുതുന്നുണ്ട്. ഇതിന്റെ 129-ാമത്തെ പേജിൽ അദ്ദേഹം പറയാണ്, ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ റിവായത്ത് എന്റെ ബ്രാക്കറ്റിൽ നിവേദക പരമ്പര പോലെ തന്നെ പ്രധാനമാണ് മത്നും. മത്നെന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളടക്കം എന്ന വസ്തുത വിസ്മരിക്കപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം അതിനൊരു ഉദാഹരണം പറയാണ്. എന്താ ഉദാഹരണം? ഉദാഹരണത്തിന് മരണത്തിന്റെ ചുമതലയേൽപ്പിക്കപ്പെട്ട മലക്ക് അസ്രായീൽ റൂഹിനെ പിടിക്കാൻ സമ്മതം തേടിക്കൊണ്ട് മൂസാ നബിയെ സമീപിച്ചപ്പോൾ അദ്ദേഹം മലക്കിന്റെ കണ്ണു തല്ലി പൊട്ടിച്ചു എന്ന ഒരു പൊട്ടൻ കഥ സ്വീകാര്യമായ നിവേദക പരമ്പരയിലൂടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്റെ മാന്യ മുസ്ലിമീങ്ങൾ, ആ വാചകം പേടിച്ചുകൊണ്ട് വേണം കേൾക്കാൻ. റബ്ബിന്റെ ശിക്ഷക്ക് കാരണമാകുന്ന പ്രയോഗമാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു സംഭവത്തെ ഒ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം പറയുന്നത് അതൊരു പൊട്ടൻ കഥയാണ്, സ്വീകരിക്കാൻ പറ്റൂല. അത് സഹീഹായ സനദിലൂടെ വന്നിട്ടുണ്ട്, സ്വീകാര്യമായ പരമ്പരയിലൂടെ വന്നിട്ടുണ്ടെങ്കിലും സ്വീകരിക്കാൻ പറ്റൂല. അത് പൊട്ടൻ കഥയാണ്. എന്തേ പൊട്ടൻ കഥ എന്ന് പറഞ്ഞത്? അത് അസ്രായീലിന്റെ കണ്ണ് മൂസാ നബി അടിച്ചു പൊട്ടിച്ചു എന്നാണ് കഥയിലുള്ളത്. എന്നാ മാന്യ സഹോദരങ്ങളെ, ഈ കഥ എവിടെയാ ഉള്ളത്? ഇമാം ബുഖാരി ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ലോകം ഏകകണ്ഠമായി അംഗീകരിക്കുന്ന, അനിഷേധ്യമായി അംഗീകരിക്കുന്ന അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ് സഹീഹുൽ ബുഖാരി, അല്ലാഹുവിന്റെ കിതാബിന് ശേഷം കിതാബുകളിൽ ഏറ്റവും സഹീഹായ കിതാബ് സഹീഹുൽ ബുഖാരിയാണ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം സമൂഹം, ആ മുസ്ലിം സമൂഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒ അബ്ദുറഹ്മാൻ സാഹിബ് പറയുകയാണ്, അസ്രായീലിന്റെ കണ്ണടിച്ചു പൊട്ടിച്ചു എന്നൊരു പൊട്ടൻ കഥ സ്വീകാര്യമായ പരമ്പരയിലൂടെ വന്നിട്ടുണ്ട്. അത് പൊട്ടൻ കഥയാണ് എന്ന് ഈ ശൈഖിനോട് ആരാ പറഞ്ഞത്? അതെങ്ങനെ പൊട്ടൻ കഥയായത്? എങ്ങനെ അത് പൊട്ടൻ കഥയാണെന്ന്? അത് പൊട്ടൻ കഥയാണ് എന്നതിന് തെളിവെന്ത്? അതൊന്നുമില്ല. കമന്റ് പാസ്സാക്കി വിടുക. ഓരോ മൂലക്കിരുന്ന് ഓരോരുത്തരും കമന്റ് പാസ്സാക്കി വിടുക. കാര്യം എന്താ? അയാൾ ചിന്തിച്ചപ്പോ മൂപ്പറുടെ ബുദ്ധിക്ക് അത് പറ്റണില്ല, അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് അത് പറ്റുന്നില്ല. തള്ളിയേക്കുക, ചവിട്ടി പൊട്ടിക്കുക, ബുദ്ധിക്ക് പറ്റാത്തത് തട്ടിപ്പൊട്ടിക്കുക. ഇതെന്ത് നിലപാടാണ്? ഇതെന്ത് നിലപാടാ? പക്ഷേ ഈ പറഞ്ഞ ഹദീസിൽ ബുദ്ധിക്ക് നിരക്കാത്തത് എന്തുണ്ട്? ഖുർആന് നിരക്കാത്തത് എന്തുണ്ട്? ബുദ്ധിക്ക് നിരക്കാത്ത, പ്രമാണത്തിന് നിരക്കാത്ത എന്തുണ്ട്? ഒന്നുമില്ല. അതിനെ നിഷേധിക്കാൻ ന്യായമായ ഒരു കാരണം പറയാനില്ല. ഇമാം ബുഖാരി തന്റെ സ്വഹീൽ ആ സംഭവം ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ, വായിച്ചാൽ. എന്ത്? അസ്രായീൽ എന്ന പ്രയോഗം തന്നെ അവിടെ ഇല്ല. മലക്കുൽ മൗത്ത് ഒരു മനുഷ്യന്റെ രൂപം പ്രാപിച്ച് മൂസാ നബിയുടെ അടുക്കിലേക്ക് കടന്നു വന്നു. അനുവാദം ചോദിക്കാതെ
നേരെ കടന്നു വരുന്നു ഒരു മനുഷ്യരൂപത്തിൽ. ആര്? മലക്കുൽ മൗത്ത്. മൂസാ നബിയുടെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, പോകാൻ തയ്യാറായിക്കോ, നിന്നെ കൊണ്ടുപോകാൻ വന്നാണ് എന്ന് പറഞ്ഞാ കൊല്ലാൻ വന്നാണ്. ഒരാളടുക്കലേക്ക് ഒരാൾ കയറി വന്നിട്ട് ഞാൻ നിന്നെ കൊല്ലാൻ വന്നതാണെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? സ്വാഭാവികമായി അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കും. ചിലപ്പോ കൈവലിച്ചൊന്ന് അടിച്ചെന്ന് വരും. മൂസാ നബി അടിച്ചപ്പോ അദ്ദേഹത്തിന്റെ കണ്ണുപൊട്ടി. മൂസാ നബിക്ക് അറിയില്ല ഇത് വന്നത് മലക്കുൽ മൗത്താണ് എന്ന്. ഒരു മനുഷ്യന്റെ രൂപത്തിൽ ആ മലക്ക് വന്നപ്പോൾ മലക്കുൽ മൗത്ത് വന്നിട്ട് നിന്നെ പിടിക്കാൻ പോവുകയാണ്, നിന്നെ കൊണ്ടുപോകാൻ പോവുകയാണ്, നിന്റെ ആത്മാവിനെ പിടിക്കാൻ പോവുകയാണ്, നിന്നെ കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോ മൂസാ നബി പ്രതികരിച്ചു. എന്തേ? മലക്ക് മനുഷ്യരൂപത്തിൽ വരില്ലേ? മലക്ക് മനുഷ്യരൂപത്തിൽ വരില്ലേ? ഖുർആൻ പറഞ്ഞത് എന്താ? ഇബ്രാഹിം നബിയുടെ അടുക്കൽ മലക്ക് വന്നിട്ടുണ്ട് മനുഷ്യരൂപത്തിൽ, മലക്കുകൾ വന്നിട്ടുണ്ട്, ലൂത്ത് നബിയുടെ അടുക്കൽ വന്നിട്ടുണ്ട്, മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. അങ്ങനെ എത്രയോ തവണ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നിട്ടുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇസ്ലാം മറ്റുള്ളവർക്ക് പറയാനും പഠിപ്പിക്കാനും വേണ്ടിയിട്ട്, ഈമാൻ കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ലോകാവസാനത്തെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ മനുഷ്യരൂപം പ്രാപിച്ചു വന്നിട്ടുണ്ട്. ഇതൊക്കെ സ്ഥിരപ്പെട്ടതാ. അപ്പൊ ഒരു മലക്ക് മനുഷ്യരൂപത്തിൽ വരിക എന്നത് ഇസ്ലാമിക വിരുദ്ധമാണോ? അല്ല. ഇനി അങ്ങനെ ഒരു മനുഷ്യന്റെ രൂപത്തിൽ മലക്ക് വന്നാൽ തിരിച്ചറിയാതിരിക്കുക എന്നത്, ഒരു പ്രവാചകനാണെങ്കിൽ പോലും ചിലപ്പോൾ തിരിച്ചറിയാതിരിക്കുക എന്നത് അത് അസംഭവ്യമാണോ? അല്ലല്ലോ. ഇബ്രാഹിം നബിയുടെ അടുക്കൽ മനുഷ്യരൂപത്തിൽ മലക്ക് വന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് വേണ്ടി മൂരി അറുത്ത് ഭക്ഷണം തയ്യാറാക്കി അവരുടെ മുന്നിൽ വെച്ചുകൊടുത്തു, തളികയിലാക്കി. എന്തേ കാരണം? വന്നത് മലക്കാന്ന് മനസ്സിലായില്ല. അവരെ സൽക്കരിച്ചു ഇബ്രാഹിം നബി. അവസാനം ഭക്ഷണത്തിലേക്ക് കൈ നീളുന്നില്ല. ഇബ്രാഹിം നബി തന്നെ പേടിച്ചു. എന്ത് പറ്റി? എന്താ സംഭവിച്ചത്? ആ സമയത്ത് അവര് പറഞ്ഞു, ഞങ്ങൾ മലക്കളാ, ഞങ്ങൾ ഭക്ഷണം കഴിക്കൂല. അപ്പോഴാ ഇബ്രാഹിം നബി മനസ്സിലായത്, നിങ്ങൾ മലക്കാണല്ലേ, എന്താ കാര്യം? അപ്പോഴാ പറഞ്ഞത്, നിങ്ങൾക്ക് കുട്ടി ജനിക്കാൻ പോകുന്നുണ്ട്, ആ വിവരം പറയാൻ വന്നതാണ്. ഞങ്ങൾ ഈ വഴിക്ക് ഇങ്ങോട്ടായിട്ട് വന്നല്ല, വേറൊരു വഴിക്ക് പോവാണ്. നിങ്ങളുടെ സഹോദരൻ ലൂത്തിന്റെ ജനത അടുക്കലേക്ക് പോണ വഴിക്കൊന്ന് കയറിയതാ, അങ്ങനെ വിശേഷം പറഞ്ഞു പോയി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ ഒരു മലക്ക് മനുഷ്യരൂപത്തിൽ വന്നാൽ തിരിച്ചറിയാതിരിക്കാന്നുള്ളത് അസംഭവ്യ അല്ല. ഇനി അവരോട് പ്രതികരിച്ചപ്പോ മൂസാ നബി ഇടിച്ചപ്പോ കണ്ണുപോയി എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. അങ്ങനെ കണ്ണു പോകുമോന്ന് സംശയമുണ്ടോ? കണ്ണു പോകുമെന്ന് സംശയമുണ്ടോ? ഖുർആൻ പഠിച്ചാൽ നമുക്ക് സംശയിക്കേണ്ടതുള്ളത് കണ്ണേ പോയുള്ളൂന്നാ. കാരണം എന്താ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. മൂസാ നബി ഒരിക്കൽ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഖുർആൻ പറയുകയാണ്, മൂസാ നബിയുടെ ഗോത്രത്തിൽപ്പെട്ട ഒരാളെ, വേറൊരു ഗോത്രത്തിൽപ്പെട്ട ആള്, കിബ്തി ഗോത്രത്തിൽപ്പെട്ട ആള് കിബ്തികളിൽപ്പെട്ട ആള് ശക്തമായി മർദ്ദിക്കാണ്. മൂസാ നബിയുടെ ഗോത്രത്തിൽപ്പെട്ട ആള് നന്നായി ഇടികൊണ്ട് അവശനായി നിൽക്കുന്നു. ആ സമയത്ത് മൂസാ നബി ആ വഴിക്കങ്ങ് നടന്നു പോകുമ്പോ തന്റെ ശത്രുവിനെതിരിൽ മൂസാ നബിയോട് അയാൾ സഹായം തേടി. മൂസാ എന്നെ തല്ലി അവശനാക്കിയതോ. മൂസാ നബി നേരെ അങ്ങോട്ട് ചെന്നു. ഫവഖദഹു മൂസ എന്ന ഖുർആൻ പറഞ്ഞു. മൂസാ നബി ഒന്ന് വഖസി നല്ലൊരു പെരുക്ക് വെച്ച് കൊടുത്തു. ഒറ്റയിടി ഹറമയ്യത്ത, ഇടിയുണ്ടോ വീണ് മരിച്ചു എന്നാ. മൂസാ നബി കൊല്ലാൻ വേണ്ടി ഇടിച്ചല്ല, വെറുതെ ഒരു ഇടി കൊടുത്തതാ. പക്ഷെ ആള് മരിച്ചുപോയി. അതാ മൂസാ നബിയുടെ ഇടി, 1.5 ഇടിയാ. ആ നിലക്ക് ആ ഇടിക്ക് കണ്ണല്ലേ പോയുള്ളൂ എന്നാ ചോദിക്കേണ്ടത് ഖുർആൻ പഠിച്ചാള് അല്ലേ? കണ്ണല്ലേ പോയുള്ളൂ എന്ന് ചോദിക്കേണ്ട ആള് അത് പൊട്ടൻ കഥയാണ്, ബുഖാരി ഉദ്ധരിച്ച പൊട്ടൻ കഥയാണ് എന്ന് നാട്ടിലെ ഒരു മുസ്ലിയാര് അദ്ദേഹം പറഞ്ഞാൽ അതെങ്ങനെ സ്വീകരിക്കണം മുസ്ലിം സമൂഹം? അത് പുസ്തകമാക്കി വെച്ച് നാളത്തെ തലമുറയ്ക്ക് കൈമാറിയാൽ അതിനെതിരെ പ്രതിഷേധിക്കാതെ ആരും മിണ്ടാതെ അത് സർവ്വത്മന അംഗീകരിച്ചുകൊണ്ട് ഈ സമൂഹം നീങ്ങണമോ? ഈ സമൂഹം അതിന്റെ അടിസ്ഥാനത്തിൽ നീങ്ങണമോ? ഒരിക്കലും മാന്യ സഹോദരങ്ങളെ, നമ്മുടെ ബുദ്ധിയുടെ മൂസയിലിട്ടുകൊണ്ട് കശക്കേണ്ടതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ. ഇന്ന് ശക്തമായ പ്രചരണം. നമ്മുടെ ബുദ്ധിക്ക് പറ്റാ തള്ളിക്കളയാ, ബുദ്ധിക്ക് പറ്റാ തള്ളിക്കള. ഏത് ബുദ്ധി? ആരുടെ ബുദ്ധി? ബുദ്ധിയുടെ മാനദണ്ഡം എന്താ? എല്ലാവർക്കും ഒരു ബുദ്ധി ഉണ്ടോ? അധ്യാപകന്റെ ബുദ്ധിയാണോ വിദ്യാർത്ഥിക്കുള്ളത്? അധ്യാപകന്റെ ബുദ്ധി വിദ്യാർത്ഥിക്കുണ്ടോ? ഏത് ബുദ്ധിക്കാ തള്ളണത്? അധ്യാപകന്റെ ബുദ്ധിക്ക് തള്ളണോ? വിദ്യാർത്ഥിയുടെ ബുദ്ധിക്ക് തള്ളണോ? ലോകത്ത് 10 പേര് കൂടിയ 10 പേർക്കും 10 ബുദ്ധിയാ അല്ലേ? ഐൻസ്റ്റീന്റെ ബുദ്ധിയല്ല ഐസക് ന്യൂട്ടനുള്ളത്. ഐസക് ന്യൂട്ടന് ഐൻസ്റ്റീന്റെ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഐൻസ്റ്റീന്റെ ആവശ്യമല്ല, ഐസക് ന്യൂട്ടൻ തന്നെ എല്ലാ സിദ്ധാന്തവും കണ്ടെത്തുമായിരുന്നു. പക്ഷേ ഐസക് ന്യൂട്ടൻ ഒരു തിയറി കണ്ടെത്തി, എന്നാലോ ഐൻസ്റ്റീൻ വേറൊരു തിയറി കണ്ടെത്തി. രണ്ടുപേർക്ക് 2 ബുദ്ധി, 2 ചിന്ത അല്ലേ? അപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബുദ്ധി വ്യത്യസ്തം.
പിന്നെ ഏത് ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നത് സ്വീകരിക്കണം, ഏത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാത്തത് തള്ളണം. ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകം, ആ വാചകം മഹാനായ അബൂദാവൂദ് തന്റെ സുനനിൽ ഉദ്ധരിച്ചു. എന്താ ഉള്ളത്? ലൗ കാന ദീനു ബിർറഇ, മതം എന്ന് പറഞ്ഞാൽ ഓരോരുത്തന്റെയും ബുദ്ധിക്കനുസരിച്ചായിരുന്നെങ്കിൽ ലകാന അസ്ഫലുൽ ഖുഫ് ഔലാ ബിൽ മസ്മിൻ അഅ്ലാ, ഒരാൾ വുളു എടുക്കുമ്പോ സോക്സ് വുളുവോടുകൂടി ധരിച്ചതാണെങ്കിൽ ആ സോക്സ് അഴിക്കേണ്ടതില്ല, അഴിക്കാതെ തന്നെ ആ സോക്സുമേ തടവിയാൽ മതി. ബുദ്ധിക്കനുസരിച്ചു കൊണ്ടാണ് മതം തീരുമാനിക്കുന്നതെങ്കിൽ ആ സോക്സിന്റെ മുകൾ ഭാഗത്തേക്കാൾ അടിഭാഗമായിരുന്നു തടകേണ്ടിയിരുന്നത്. പക്ഷേ വഖദ് റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു അലാ ലാഹിൽ ഖുഫൈ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖുഫയുടെ മുകൾ ഭാഗം തടവുന്നതായിട്ടാണ് ഇത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പം മതം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ബുദ്ധിക്കനുസരിച്ചാണെങ്കിൽ സോക്സുമേ തടവുമ്പോ എവിടെ തടകണം? ഓരോരുത്തരുടെ ബുദ്ധിക്കനുസരിച്ചാണെങ്കിൽ പറയാം അടിമ തടകണം, കാൽ ചുവട്ടിൽ തടകണം, അവിടെ അല്ലേ പൊടി പറ്റുക. എന്ന റസൂൽ തടവിന്ന് മുകളിലാണ്. എന്തേ? ആരുടെയും ബുദ്ധി നോക്കിയിട്ടല്ല മതം തീരുമാനിക്കുക. മതത്തിൽ ബുദ്ധിക്കെതിരുണ്ടാവൂല. എന്നാൽ മതം പറയുന്ന ചില ബുദ്ധിക്ക് പറ്റൂല, അത് കുബുദ്ധിയായിരിക്കും അല്ലെങ്കിൽ മന്ദബുദ്ധിയായിരിക്കും എന്ന് മനസ്സിലാക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. മതം പറഞ്ഞത്, ദീൻ പറഞ്ഞത് ബുദ്ധിക്കെതിരാണ് എന്ന് ഒരാൾക്ക് ഇവിടുന്ന് പറയാൻ അവകാശമില്ല എന്ന് തിരിച്ചറിവുണ്ടാകണം. എന്നാൽ ഇവിടെ ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, ആ ഹദീസിനെയാണ് യഥാർത്ഥത്തിൽ പൊട്ടൻ കഥ എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുറഹ്മാൻ സാഹിബ് തള്ളിയത്. ഇത് സ്വീകരിക്കാൻ പറ്റുമോ? ഇത് അംഗീകരിക്കാൻ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ട്? ഒരു മടവൂരി തന്നെ പറയട്ടെ. പിന്നെ ഇപ്പൊ കേൾക്കുന്ന ഒരു വിഷയം എന്താ അറിയോ? ബുഖാരിയിൽ ഖുർആന് നിരക്കാത്ത ഹദീസുകളുണ്ട്. സുബ്ഹാന റബ്ബിൽ അഅ്ലാ. ബുഖാരിയിൽ ബുദ്ധിക്ക് നിരക്കാത്ത ഹദീസുകളുണ്ട്. സാവധാനം ഇരുന്ന് ആലോചിച്ച് നോക്കും. സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിലും മുസ്ലിമിന്റെ ഗ്രന്ഥത്തിലും ഖുർആന് നിരക്കാത്ത ഹദീസുകളും ബുദ്ധിക്ക് നിരക്കാത്ത